ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു കായ്ക്കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര കപ്പ് ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. ഏത് ബിരിയാണി അരി വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഇത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കുറച്ച് മുകൾ ഭാഗം പൊങ്ങി നിൽക്കുന്ന വരെ വെള്ളം ചേർത്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് അധികം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 3 വരെ എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഒരു പഴം നല്ല രീതിയിലൊന്ന് വാട്ടിയിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് കളർ ഒത്തിരി അങ്ങ് ചേഞ്ച് ആവാൻ വേണ്ടി നിൽക്കണ്ട. ഇതാ ഈ ഒരു രീതിയിൽ പഴം നല്ല രീതിയിൽ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഒത്തിരി അങ്ങ് ഉടച്ചെടുക്കരുത്. ഇതുപോലെ വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ബിരിയാണി അരി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം മൊത്തത്തിൽ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത്രയും വെള്ളം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള അര കപ്പ് വെള്ളം കൂടെ ചേർത്താലും മതിയാകും. ഇനി അരച്ചെടുത്ത മിക്സ് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഈ ഒരു മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 500 ml ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വലുതോ ചെറുതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കി കട്ടിയാക്കിയിട്ട് എടുക്കണം. പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടൂല. കുറച്ച് സമയം എടുക്കും ഒന്ന് കുറുകി വരാനായിട്ട്. കുറുകി വന്നാൽ മാത്രം പോലെ നല്ല രീതിയിൽ വേവിച്ചെടുക്കുകയും കൂടി വേണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കി എടുക്കുക. നിങ്ങൾക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്താൽ മതിയാകും. ഇവിടെ നല്ല പോലെ കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ. ഇനി സിമ്മിലിട്ടിട്ട് കുറച്ച് അധിക സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു ചവ്വരിയും അതുപോലെ ഈ ഒരു അരിൻ്റെ റോ ടേസ്റ്റും കൂടെ ഒന്ന് മാറി കിട്ടാനുണ്ട്. അതിനായിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇത്രയും മതിയാകും. ഈ ഒരു സമയം കൊണ്ട് ഇതിൽ ചേർത്തിട്ടുള്ള ചവ്വരിയും ആ ഒരു അരിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അഥവാ ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഇതിലേക്ക് നമ്മൾ മൊത്തത്തിൽ 1 ലിറ്റർ പാലാണ് ചേർത്തിട്ടുള്ളത്. നല്ല പോലെ കട്ടയൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് കുറഞ്ഞ അളവിൽ മതിയെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ബിരിയാണി അരി വെച്ചിട്ട് ചെയ്തെടുത്താലും മതിയാകും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 നുള്ളി ഉപ്പും അതുപോലെ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരു 1/4 കപ്പ് എടുത്താൽ മതിയാകും. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തിക്നെസ്സിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് ഉണ്ടാക്കുക. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം ഫ്രിഡ്ജിൽ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇനി ചൂടോട് കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ബിരിയാണി അരി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വേവിച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്